ഇനി നിങ്ങൾ കാണാൻ പോണ ഷൂസിൻ്റെ ഒരു ലോകമാണ്. ശ്വാസം അടക്കി പിടിച്ചിരുന്നതാണ്. കണ്ടില്ല, ഐഫോണൊക്കെ നിരത്തി വെച്ചാൽ കണ്ടില്ലേ. ഇവിടെ അവിടെ ഒരു ചേട്ടൻ വലിയ ബെഡായിട്ട് നിൽക്കുന്നു. അവിടെ 3 പേര് വലിയ ബെഡായിട്ട് നിൽക്കുന്നുണ്ട്. അടുത്ത ഐറ്റം ഇതൊക്കെ വെറും 100 രൂപയുടെ ഐറ്റമാണ്. ഇതൊക്കെ 1000 രൂപയാണ്. കുറച്ച് ക്വാളിറ്റിയുള്ള ഐറ്റംസാണ്. കണ്ടില്ലേ, വെറും 150 രൂപയുടെ ഐറ്റംസാണ്. ഇതെല്ലാം വെറും 150 രൂപ ഉള്ളൂ. ഈ കിടക്കണ ഈ ക്രോക്സിൻ്റെ കോപ്പിയെല്ലാം 300 രൂപയാണ്. ഇവിടെ വെറും 100 രൂപയുടെ മറ്റൊരു ഐറ്റം. ഇതെല്ലാം എന്താ പറയുക, കണ്ടില്ലേ, ഞാൻ പറഞ്ഞില്ലേ റോഡ് സൈഡിൽ ഇരുന്നാണ് ഇവന്മാരിതൊക്കെ നന്നാക്കുന്നത്. ഇന്ന് ഞാൻ പോകാൻ പോണത് കരോൾ ബാഗിലാണ്. ഒരുപാട് ഫാഷൻ പ്രൊഡക്ട്സ് ഒക്കെ ഉള്ള ഒരു മാർക്കറ്റാണ് കരോൾ ബാഗ്. ഷൂസ്, ഷർട്ട്, അങ്ങനത്തെ ഒരുപാട് പ്രൊഡക്ട്സുകളൊക്കെ ഉള്ള മാർക്കറ്റാണ്. പിന്നെ പ്രൊഡക്ട്സുകൾ ആവശ്യമുള്ളവർക്ക് എൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട്. ഞാൻ വാട്സപ്പ് ഗ്രൂപ്പ് വഴിയാണ് പ്രൊഡക്ട്സ് എല്ലാം സെല് ചെയ്യണം. ഫോട്ടോസും വീഡിയോസും എല്ലാം ഞാൻ വാട്സപ്പ് ഗ്രൂപ്പിലായിരിക്കും ഇടാം. അപ്പോൾ അതിൽ ജോയിൻ ചെയ്യാം. കരോൾ ബാഗിൻ്റെ വിശേഷങ്ങളിലായിട്ട് കിടക്കാം. കരോൾ ബാഗിൻ്റെ തുടക്കം തന്നെ നല്ല തിരക്കാണ്. ഇന്ന് നല്ല തിരക്കുള്ള ദിവസമാണ്. ഇവിടെ ഷൂസും കാര്യങ്ങളൊക്കെ ആണ് സ്റ്റാർട്ടിങ്ങിൽ തന്നെ ആണ്. കുറച്ച് റേറ്റ് കൂടിയ ഐറ്റംസാണ്. 700, 800 ആ റേഞ്ചിലാണ് സ്റ്റാർട്ടിങ്. 100 രൂപയുടെ തൊപ്പി, തണുപ്പത്തറിഞ്ഞ തൊപ്പി 100 രൂപ. ജാക്കറ്റ്, ആ ജാക്കറ്റുകളെല്ലാം 350, 400 റേറ്റ്. അതിൻ്റെ അകത്ത് 350, 400 രൂപ ആ റേഞ്ചിൽ കിട്ടും. തണുപ്പ് നല്ല തണുപ്പാണ്. ഇത് ഇവിടെ അടുത്ത ഷൂസിൻ്റെ സെക്ഷൻ. ഈ ഷൂവിനൊക്കെ 1200 ആ റേഞ്ചൊക്കെയാണ് ഈ ഷൂ. ഷൂ ഞാൻ സൂം ചെയ്ത് കാണിച്ചു തന്നെ. അടുത്തേക്ക് പോയി കഴിഞ്ഞാൽ അവന്മാർ ക്യാമറ മാറ്റാൻ പറയും. അതാണ് കണ്ടില്ല. ഇതൊക്കെ 1200 ആ റേഞ്ചൊക്കെ വരും. 700 മുതലാണ് സ്റ്റാർട്ടിങ്. ആ ഷൂസൊന്നും ഞാൻ നേരത്തെ കണ്ട വീഡിയോസിലിട്ടതല്ല. 300ൻ്റെ ഒന്നും ഷൂസ് അല്ല. കുറച്ച് ക്വാളിറ്റി ഉണ്ടാവും. ബ്രാൻഡൊന്നും അല്ല, പക്ഷെ കുറച്ച് ക്വാളിറ്റി ഉണ്ടാവും. ഇമ്പോർട്ടഡ് എന്ന് അവർ പറയുന്നു. ഇനി അടുത്ത സെക്ഷനിലായിട്ട് പോവാം. 150 രൂപയുടെ എക്സ്പോർട്ട് സർപ്ലസ് ആണ്. ഇതിന് എക്സ്ചേഞ്ച് ഒന്നുമില്ല. പെൺകുട്ടികളുടെ കുർത്തിയാണ്. വൈറ്റ് കളർ കുർത്തി. പല കളറുകളുണ്ട് അതിൽ. ഞങ്ങൾ വലിയ കരോൾ ബാഗാണ്. കരോൾ ബാഗിൽ വരാൻ വേറെ ഒന്നും ചെയ്യേണ്ടില്ല. കരോൾ ബാഗിൽ തന്നെ മെട്രോ സ്റ്റേഷനുണ്ട്. ഇവിടെ വന്നിറങ്ങിക്കഴിഞ്ഞാൽ ഡയറക്റ്റ് മാർക്കറ്റിലേക്ക് എൻ്റർ ചെയ്യാം. പിന്നെ ഇവിടെ എന്താ ഉള്ളത്, 200 രൂപയുടെ ഐറ്റംസ്, 200 രൂപയുടെ ഓവർ. നല്ല തണുപ്പുണ്ട്. 6 ഡിഗ്രി 7 ഡിഗ്രിയൊക്കെയാണ് തണുപ്പ്. അപ്പോൾ കുറച്ച് ക്വാളിറ്റിയുള്ള നല്ല കട്ടിയുള്ള ഐറ്റംസ് വേണം. ഇത് അവിടെ ഉണ്ട് 200ൻ്റെ ഐറ്റം അവിടെ കിടക്കുന്നുണ്ട്. അത് നോക്കാം. അപ്പോൾ ഇത് 200 രൂപയുടെ ഐറ്റം ഉള്ളത് അതല്ലേ. എല്ലാം 200 രൂപയുടെ ഐറ്റം. 200ൻ്റെ ഐറ്റം. തരക്കേടില്ലാത്ത ക്വാളിറ്റി ഉണ്ട്. 200. ഇതും അടിപൊളി ക്വാളിറ്റിയാണ്. തരക്കേടില്ലാത്ത ക്വാളിറ്റി തന്നെ. ഇത് 350 രൂപയാവും. കുറച്ചും കൂടി കാണാൻ കുറച്ചുകൂടി ലുക്കുണ്ട്. നല്ല തണുപ്പത്ത് ഇടാൻ പറ്റിയ ഐറ്റംസാണ് ഇത്. ഇതൊക്കെ കണ്ടില്ലേ, 350 രൂപ ഇതിൻ്റെ പ്രൈസ്. അടുത്ത ഐറ്റം ഇതൊക്കെ വെറും 100 രൂപയുടെ ഐറ്റമാണ്. ഇതൊന്നും ഒരിക്കലും 100 രൂപക്ക് കിട്ടൂല. എല്ലാം കണ്ടില്ലേ, ഈ പച്ച കളറിലുള്ള എല്ലാം 100 രൂപയുള്ളൂ ഈ ഐറ്റംസ്. ഇത് ബൾക്കായിട്ട് ഇവരെടുക്കും. ചെറിയ ഡിഫക്റ്റ് ഒക്കെ ഉണ്ട്. അതിന് റീഫണ്ടും എക്സ്ചേഞ്ചും ഒന്നും ഇല്ലാന്ന് എഴുതിയിട്ടുണ്ട്. കാരണം 100 രൂപയുടെ എന്തായാലും ചെറിയ ഡിഫക്റ്റുകളെല്ലാം ഉണ്ടാവും. വെറും 100 രൂപയ്ക്ക് നിങ്ങൾക്ക് ഈ സാധനം കിട്ടും. വെറും 100 രൂപ. അവിടെ 250 രൂപയുടെ ഐറ്റം ഉണ്ട്. അല്ല 250ൻ്റെ ഐറ്റമാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പ്രൈസ് ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. എല്ലാത്തിനും പ്രൈസ് ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. ഇവിടെ 150 രൂപയുടെ ഐറ്റം, വെറും 150 രൂപയുടെ ഐറ്റംസാണ്. നല്ല ലേഡീസിൻ്റെ കുർത്തിയല്ലേ, ഓവർ എന്തൊക്കെയാണ് പേരുണ്ട്, എനിക്ക് വലിയ നിശ്ചയമല്ല. 150 രൂപയുടെ, വെറും 150 രൂപയുടെ ഐറ്റംസാണ് അതെല്ലാം. അടുത്തത് ഇത് 250 രൂപയുടെ നൈക്കിയുടെ എല്ലാം. ഇതും 250 രൂപയുടെ ഐറ്റംസാണ്. ഇതെല്ലാം 250ൻ്റെ ഐറ്റംസാണ്. തണുപ്പത്തിടാൻ നല്ല ഐറ്റംസാണ് ഇതെല്ലാം. തണുപ്പത്തിടാൻ 250 ഇതിൻ്റെ റേഞ്ച്. 50 രൂപയുടെ ഓവർ, വേറെ 50 രൂപയുള്ളൂ അതിനെല്ലാം. കമ്മലുകളെല്ലാം 50 രൂപയുള്ളൂ. 50 രൂപ റേഞ്ചിലുള്ള കമ്മലുകളാണ്.
അതെ, സദർ ബസാറിൽ ഈ സാധനത്തിന് 30 രൂപയുള്ളൂ, ഇവിടെ 50 രൂപ. സദർ ബസാറിൽ വന്നു കഴിഞ്ഞാൽ ഓർണമെൻറ്റ്സ് എല്ലാം നിങ്ങൾ സദർ ബസാറിൽ നിന്ന് എടുത്താൽ മതി. കാരണം വേറെ ഒന്നുമല്ല, അവിടെ ആയിരിക്കും ഏറ്റവും വിലക്കുറവ്. ഞാൻ ഈ സെയിം മോഡൽ കമ്മലുകൾ 30 രൂപയ്ക്ക് സദർ ബസാറിൽ കഴിഞ്ഞ 2 ദിവസത്തെ വീഡിയോയിൽ ഞാൻ ഇട്ടായിരുന്നു, 2 ദിവസം മുമ്പുള്ള വീഡിയോ. അപ്പോൾ സദർ ബസാറിൽ നിന്ന് വാങ്ങിച്ചതാണ്. ഇതുണ്ടല്ലേ, വെറും 150 രൂപയുടെ ഐറ്റംസാണ്. ഇതെല്ലാം വെറും 150 രൂപ ഉള്ളൂ. ഇതിൻ്റെ അകത്ത് ഇത് വന്നിട്ടുണ്ട്, ഇത് ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക്. ഇതിൻ്റെ അകത്ത് തണുപ്പത്തിടാൻ നേരത്ത് ഇതാണ്ടല്ലോ ആ ഫർ ഫിനിഷിങ് വന്നിട്ടുണ്ട് ഇവിടെ. ഇതുണ്ടല്ലേ, 150 രൂപ ഉള്ളൂ. ഈ ഐറ്റംസിനൊക്കെ വെറും 150 രൂപ ഉള്ളൂ. കരോൾ ബാഗിൽ വരാം, ഡൽഹി വിസിറ്റ് ചെയ്യണ ഒരു കരോൾ ബാഗിൽ വരാം. ജെൻസിൻ്റെ ഐറ്റം ഇവിടെ കിട്ടും. ഇതെല്ലാം ജെൻസിൻ്റെ ട്രാക്ക് പാൻറ്റുകളാണ്, നല്ല ക്വാളിറ്റി ഉണ്ട്. 150 രൂപയുടെ മേലുള്ള ക്വാളിറ്റി എന്തായാലും ഇതിനുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഏരിയ നിങ്ങൾ വിസിറ്റ് ചെയ്യുക. വേറെ എവിടെയല്ല, കരോൾ ബാഗിൻ്റെ എൻട്രൻസിൽ തന്നെയാണ് ഇതെല്ലാം. ചുമ്മാ കയറി കരോൾ ബാഗിൻ്റെ അകത്തേക്ക് കയറാം, നടക്കാം. ഇനി അടുത്ത സെക്ഷനിലോട്ട് പോകാം. അവിടെ ഷൂസിൻ്റെ ഒരു ഇത് കാണുന്നുണ്ട്. ഷൂസിൻ്റെ അവിടെയാണ് പ്രശ്നം വന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉമ്മാർ ക്യാമറ കണ്ടു കഴിഞ്ഞാൽ ഇച്ചിരി പ്രശ്നമാണ്. ഈ നൈക്കിയുടെ ഒക്കെ ഫേക്ക് ഉള്ളതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് സൂം ചെയ്ത് കാണിച്ചു തരാം. ഇത് കണ്ടില്ലേ, ആ തൂങ്ങി കിടക്കണമെല്ലാം കണ്ടില്ലേ, നല്ല ഒരുവിധം നല്ല ക്വാളിറ്റിയുള്ള ഐറ്റംസാണ്. ഒരുവിധം നല്ല ഫിനിഷിങ്ങുള്ളതായിട്ടാണ് തൂങ്ങി കിടക്കണേക്കെ. അതിൻ്റെ വില ഒന്ന് ചോദിച്ചോട്ടെ. വില ഞാൻ ചോദിച്ചു, 1200 അതിൻ്റെ വില. 1200 രൂപ റേഞ്ച് വരും ആ ഷൂസിനെല്ലാം. 800 മുതലാണ് ഇവിടുത്തെ സ്റ്റാർട്ടിങ് പ്രൈസ്. 800 രൂപ മുതലാണ് സ്റ്റാർട്ടിങ് പ്രൈസ് ഈ കിടക്കണേക്ക്. ഇത് കുറച്ച് ക്വാളിറ്റി ഉള്ളതാണ്, 1200 ആ റേഞ്ചിലൊക്കെ വരും. നമ്മുടെ ചാന്ദിനി ചൗക്കിനേക്കാളും ക്വാളിറ്റി ഉണ്ട് ഇവിടുത്തെ ഐറ്റംസിന്, അതുകൊണ്ടാണ് ആ റേറ്റ് വന്നത്. ഇവിടെ വെറും 100 രൂപയുടെ മറ്റൊരു ഐറ്റം. ഇതെല്ലാം ലേഡീസ് ഐറ്റംസാണ്. ഇതെല്ലാം കണ്ടില്ലേ, ഇതെല്ലാം 100 രൂപയുടെ ഐറ്റമാണ്. എല്ലാം 100 രൂപയുടെ ഐറ്റംസ്. പച്ച നോക്കട്ടെ, 100 രൂപയുടെ ഐറ്റംസാണ് ഇത്. ഇതെല്ലാം കണ്ടില്ലേ, ഇതെല്ലാം 1000 രൂപയുടെ ഷൂസാണ്. ഇതെല്ലാം 1000 രൂപയുടെ ഷൂസാണ് നിങ്ങൾ കണ്ടത്. ഇതൊക്കെ 1000 രൂപയാണ്. കുറച്ച് ക്വാളിറ്റി ഉള്ള ഐറ്റംസാണ് ഇതെല്ലാം. അറ്റത്ത് കിടക്കണുണ്ട്. ഇതെല്ലാം 800, 1000 ആ റേഞ്ചിൽ വരും. അടുത്തേക്ക് ചെല്ലാത്ത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ വീഡിയോ ഡിലീറ്റ് ചെയ്ത് കളയും. അപ്പോൾ നിങ്ങളെ കാണിക്കാൻ പറ്റില്ല. അതെല്ലാം 1000 രൂപ റേഞ്ചാണ്. ഓക്കെ, ക്വാളിറ്റി ഉണ്ട്, നല്ലൊരു വിധം ക്വാളിറ്റി ഉണ്ട്. ഇതുണ്ടല്ലോ 150 രൂപയുടെ പൈസയാണ്. 150 രൂപ ഉള്ളൂ. പക്ഷെ അകം ഒരല്പം ബോറാണ്. റക്സിനാണ്, റക്സിൻ വുഡ്ലാൻഡ് ഒറിജിനൽ അല്ല, റക്സിൻ. ഈ കിടക്കണ ഈ ക്രോക്സിൻ്റെ കോപ്പിയെല്ലാം 300 രൂപയാണ്. 300 രൂപയുടെ ഐറ്റംസാണ് ഈ ക്രോക്സിൻ്റെ കോപ്പിയെല്ലാം. വേണ്ടില്ല, അതൊക്കെ 300 റേഞ്ചിലാണ്. എല്ലാം കോപ്പിയാണ്. കച്ചവടം പൊടിക്കണ ഒരു ഏരിയയാണ് എപ്പോഴും കരോൾ ബാഗ്. കരോൾ ബാഗിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി ക്വാളിറ്റിയുള്ള ഐറ്റംസ് നിങ്ങൾക്ക് കിട്ടും. നല്ല ക്വാളിറ്റി എന്നല്ല, കുറച്ചും കൂടി. ഇപ്പോൾ ഞാൻ നേരത്തെ കാണിച്ചില്ല 150 രൂപയുടെ പാൻറ്റൊക്കെ, ട്രാക്ക് പാൻറ്റൊക്കെ. ഇത് കണ്ടില്ലേ, ഇതൊക്കെ എത്ര, ഇത് 250 ഇവിടെ വന്നപ്പോൾ. ഇതൊക്കെ 150 രൂപക്ക് സ്റ്റാർട്ടിങ്ങിൽ തന്നെ നിങ്ങൾക്ക് കിട്ടും. അവിടെ കുറേ ഷൂ നിരത്തി വെച്ചിട്ടുണ്ട്, ഷൂവിൻ്റെ ഷോപ്പ്. അതിൻ്റെ അകത്ത് എങ്ങനെയാണെന്ന് നോക്കാം. അല്ലല്ലോ, ഇതൊക്കെയാണ് അവരുടെ കളക്ഷൻസ്. ഇതുണ്ടല്ലേ, ഇവിടെ വേറൊരു സെക്ഷൻ കുട്ടികളുടെ, ലേഡീസിൻ്റെ എല്ലാവർക്കും കൂടെ ആണെന്ന് തോന്നുന്നു. 350 രൂപയുടെ ഐറ്റംസാണ്. ഇതെല്ലാം 350 രൂപ റേഞ്ചിലാണ്. ഇന്നലെ ചാന്ദിനി ചൗക്കിൽ കണ്ട ഐറ്റംസൊക്കെ തന്നെയാണ്. നമ്മൾ പോകുമ്പോൾ ഗഫാർ മാർക്കറ്റിൻ്റെ അകത്തേക്കാണ്. അവിടെ ബോർഡ് കണ്ടില്ലേ, വെൽക്കം ടു ഗഫാർ മാർക്കറ്റ്. ഇതിൻ്റെ അകത്തേക്കാണ് പോകാൻ പോകുന്നത്. ഷൂസിൻ്റെ എവിടെയൊക്കെ ഉണ്ടോ, എവിടെയൊക്കെ ഷൂസിൻ്റെ സ്റ്റാൻഡ് ഉണ്ടോ അവിടെയൊക്കെ നല്ല സെയിലാണ്. അതിൻ്റെ അടുത്ത് തന്നെ ഒരു സോക്സും സെല് ചെയ്യും. സ്റ്റാൻഡ് നല്ല. ഗഫാർ മാർക്കറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ മാർക്കറ്റല്ല, ഗഫാർ മാർക്കറ്റ് നമ്മുടെ ഇതിൻ്റെ അകത്ത് തന്നെ, കരോൾ ബാഗിൻ്റെ അകത്ത് തന്നെയുള്ള ഒരു റോഡിൻ്റെ അപ്പുറമുള്ള ഒരു സ്ഥലം. അതിന് ഒരു പേരിട്ടേക്കുന്നുള്ളൂ. ഇനി വേറൊരു സെക്ഷൻ ഞാൻ കാണിച്ചു തരാം. മൊബൈൽ ഫോണിൻ്റെ ടെമ്പേർഡ് ഗ്ലാസും ആക്സസറീസൊക്കെ കിട്ടുന്ന ഒരു ഏരിയയാണ്. ഇത് കണ്ടില്ലേ, ഇവിടെ എനിക്ക് തരാനുള്ളൊരു ടിപ്സ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ നാട്ടിൽ നിന്ന് വന്നിട്ട് ഇവിടെ മൊബൈൽ ഫോൺ നന്നാക്കാനൊന്നും നിൽക്കണ്ട. കാരണം അതിൻ്റെ അകത്തെ പാർട്സ് എല്ലാം പോകാനാണ് സാധ്യത. മൊബൈൽ ഫോണിൻ്റെ ഒരു ലോകമാണ്. മൊബൈൽ ഫോണിൻ്റെ ആക്സസറീസും കാര്യങ്ങളും ഉള്ളൊരു ലോകമാണ്. ഒരു റോഡ് സൈഡിൽ ഒക്കെ ഇരുന്നിട്ടാണ് ഇവർ ഇത് മറ്റേ
ഗ്ലാസ് ഒക്കെ ചേഞ്ച് ചെയ്യണത് തന്നെ. നല്ല എക്സ്പെർട്ടുകളാണ്, പക്ഷെ വിശ്വസിക്കാൻ പറ്റില്ല. പല ഏരിയയിലും ഡൽഹിയിൽ തട്ടിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് മാത്രം തട്ടിപ്പ് കിടക്കുന്ന സ്ഥലമാണ് ഡൽഹി ആണല്ലേ. മൊബൈൽ ഫോണിൻ്റെ ഐഫോണൊക്കെ നിരത്തി വെച്ചാണ്. കണ്ടില്ല, ഐഫോണൊക്കെ നിരത്തി വെച്ചാൽ കണ്ടില്ലേ ഇവിടെ. ഐഫോൺ 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 അതിൻ്റെ അകത്ത് ഓൺ ചെയ്യുമ്പോൾ ചിലപ്പോൾ പ്ലേ സ്റ്റോറൊക്കെ കാണും. ഗൂഗിൾ പ്ലേ സ്റ്റോറൊക്കെ ചിലപ്പോൾ കിട്ടും. അതും പറയാൻ പറ്റില്ല. ചിലപ്പോൾ ശരിക്കുള്ള ഐഫോൺ ആയിരിക്കും, അവിടെ നിന്ന് അടിച്ചുകൊണ്ട് വന്നായിരിക്കും, ചിലപ്പോൾ ശരിക്കും വിറ്റതായിരിക്കാം, ഒന്നും പറയാൻ പറ്റില്ല. ലാപ്പൊക്കെ എടുക്കുമ്പോൾ സൂക്ഷിക്കുക. ഡൽഹിയിൽ വന്ന് ആപ്പിൾ പ്രൊഡക്റ്റുകൾ ഏത് വാങ്ങിച്ചാലും നിങ്ങൾ ലാപ്പൊക്കെ എടുക്കുമ്പോൾ സൂക്ഷിക്കുക. ഒരു അപ്ഡേഷനൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ ലാപ്പ് അങ്ങ് ലോക്കായി പോകും. പിന്നെ അതിൻ്റെ യഥാർത്ഥ ഓണർക്ക് മാത്രമാണ് അത് ലോക്ക് അയക്കാൻ പറ്റുള്ളൂ. പിന്നെ ചടങ്ങാണ്, അതിൻ്റെ പുറകെ നടക്കണം. നിങ്ങൾ വേറെ എന്താ പറയുക, കയ്യിലിരിക്കണ കാശ് കൊടുത്ത് കടിക്കണ പട്ടീനെ വാങ്ങിച്ചെന്നുള്ള അവസ്ഥയാവും. ഫുൾ അപ്ഡേറ്റഡ് ആയിട്ടുള്ള ഇതാണ് വാങ്ങിക്കുകയാണെങ്കിൽ വാങ്ങിക്കാവുള്ളൂ. 1 ലക്ഷം 1.5 ലക്ഷത്തിനൊക്കെ ലാപ്പ് വാങ്ങണേലും നല്ലത് നിങ്ങൾ ഫ്രഷ് എടുക്കണതാണ്. ഏതെങ്കിലും ഫ്രഷ് എടുക്കണതാണ്, ആപ്പിൾ പ്രോഡക്റ്റ് എടുക്കാതെ മറ്റേതെങ്കിലും വിൻഡോസിൻ്റെ ഏതെങ്കിലും എടുക്കണതാണ് നല്ലത്. കാരണം വിശ്വസിക്കാൻ പറ്റില്ല, ഈ ആപ്പിൾ പ്രൊഡക്റ്റുകൾ വൺസ് ലോക്കായി കഴിഞ്ഞാൽ നല്ല പാടാണ് അയക്കുക. ടെമ്പേർഡ് ഗ്ലാസിൻ്റെ ഒക്കെ 50 രൂപ 100 രൂപയ്ക്കൊക്കെ ടെമ്പേർഡ് ഗ്ലാസ് ഒട്ടിക്കും. ഈ ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിൻ്റുള്ള ഫോണുകളിൽ ടെമ്പേർഡ് ഗ്ലാസ് ഒട്ടിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ സ്പീഡ് കുറയും. നമ്മുടെ ഫിംഗർ പ്രിൻറ്റ് സെൻസ് ചെയ്യണ അതിൻ്റെ സ്പീഡ് കുറയും. ഇതേ ഒരു വാവയിരുന്ന് ഉറങ്ങണം. ഇത് നീണ്ടു നിവർന്നിങ്ങനെ കിടക്കുക. മൊബൈൽ ഫോണിൻ്റെ ഒരു മാർക്കറ്റ് ഇങ്ങനെ നീണ്ടു നിവർന്ന് ഇങ്ങനെ കിടക്കുകയാണ്. എന്തായാലും കണ്ടില്ലേ, ഞാൻ പറഞ്ഞില്ലേ റോഡ് സൈഡിൽ ഇരുന്നാണ് ഇവന്മാരിതൊക്കെ നന്നാക്കണം. നീണ്ടു നിവർന്ന് കിടക്കുകയാണ്. റിപ്പയറിംഗ് ആണ് റോഡ് സൈഡിൽ ഇരുന്ന്. ഗഫാർ മാർക്കറ്റിൻ്റെ അകത്ത് തന്നെ, ഇതും ഗഫാർ മാർക്കറ്റിൻ്റെ അകത്ത് തന്നെ. ഗഫാർ മാർക്കറ്റ് കരോൾ ബാഗിൻ്റെ അകത്ത്. ഈസിയാണ് വരാൻ, ഈസി. എല്ലായിടത്തേക്കും മെട്രോ ഉണ്ട്. അവിടെ ഒരു ചേട്ടൻ വലിയ ബെഡായിട്ട് നിൽക്കുന്നു. അവിടെ 3 പേര് വലിയ ബെഡായിട്ട് നിൽക്കുന്നുണ്ട്. അതിൻ്റെ വില ഒന്ന് ചോദിച്ചോട്ടെ. അക്രമ ബെഡാണ്, എയറാണ്. ഇതൊക്കെ പൊട്ടി പോകില്ല ഞാനാലോചിക്കുന്നത്. എങ്കിലും ചെറിയൊരു കല്ലൊക്കെ കൊണ്ടാൽ പൊട്ടൂലേ. വില ഒന്ന് ചോദിച്ചോട്ടെ. അപ്പോൾ അതിൻ്റെ വില ഞാൻ അവനോട് ചോദിച്ചു. ആ ബെഡിൻ്റെ ആ ഇതിൻ്റെ 4000 രൂപ ആദ്യം പറഞ്ഞു. പിന്നെ 2000 ചോദിച്ചപ്പോൾ എന്നാൽ 2000-ന് എടുത്തോളാൻ പറഞ്ഞു. ഇവർ 4000 പറഞ്ഞത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു വില പറയാനാണ്. ആ വില പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മളെ വിടൂല. അവിടെ ഇങ്ങനെ നിർത്തി നമ്മളവിടെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. നമ്മുടെ പുറകെ കൂടി വരും. യഥാർത്ഥ വില ചിലപ്പോൾ 1800 ആ റേഞ്ചൊക്കെ ഉണ്ടാവുള്ളൂ. ഇതാണ് സാധനം. കണ്ടില്ലേ, 2000 രൂപക്ക് കിട്ടും. പിന്നെ സൂക്ഷിക്കേണ്ട ഒരു കാര്യം, ഇവരത് വീർപ്പിച്ചല്ലായിരിക്കില്ല തന്നെ. ഇവരുടെ ആ സഞ്ചിയുടെ അകത്തുനിന്ന് എടുത്തായിരിക്കും തന്നെ. ഇത് നമ്മൾ വീട്ടിൽ ചെന്ന് വീർപ്പിച്ച് നോക്കുമ്പോൾ എന്തുമാത്രം വലിപ്പം ഉണ്ടാവും എന്നുള്ളത് മറ്റൊരു സംശയമാണ്. അതും നിങ്ങൾ സൂക്ഷിക്കണം. ഒരുപാട് തട്ടിപ്പുകളുണ്ട്. ഡൽഹിയിൽ അക്രമ തട്ടിപ്പുകൾ നടക്കുന്ന സ്ഥലമാണ്. സൂക്ഷിക്കുക എന്നുള്ളതാണ്. സൂക്ഷിച്ച് വാങ്ങാം, എല്ലാം സൂക്ഷിച്ച് വാങ്ങാന്നുള്ളതാണ്. ഇനി നിങ്ങൾ കാണാൻ പോണ ഷൂസിൻ്റെ ഒരു ലോകമാണ്. ശ്വാസം അടക്കി പിടിച്ചിരുന്നതാണ്. നീണ്ടു നിവർന്ന് കളിക്കണം. ഷൂസുകൾ മാത്രം കണ്ടില്ലേ, ഷൂസുകൾ മാത്രമേ ഉള്ളൂ ഇവിടെ. അന്ന് അറ്റത്തേക്കുണ്ട്, അത് ഞാൻ കാണിച്ചു തരാം. അത് മൂവ് ചെയ്യണേ കണ്ടില്ലേ. 350-400 ആ റേഞ്ചിൽ വരും. ചിലതൊക്കെ 700-ൻ്റെ അടുത്താവും. ഞാൻ നേരത്തെ മുമ്പ് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, ആ ടെക്നിക്ക് യൂസ് ചെയ്യുക. നിങ്ങളുടെ മുഖത്ത് നിങ്ങൾക്ക് അത് ഇഷ്ടപ്പെട്ടു എന്നുള്ള ഒരു ഭാവം വരരുത്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ 350-300-ന് കിട്ടേണ്ട സാധനമൊക്കെ അവരൊരു 100 കൂടി കയറ്റും. കാരണം നിങ്ങളിത് എന്തായാലും എടുക്കുമെന്ന് അവർക്കറിയാവുന്നുണ്ട്. ഇതൊക്കെ കണ്ടില്ലേ, ഒരുപാടുണ്ട്. ഇത് നീണ്ടു നിവർന്ന് ഇങ്ങനെ കിടക്കണം. ഇതിൻ്റെ അകത്ത് ചിലവർക്കൊക്കെ കുറച്ച് മലയാളം ഇവർ പഠിച്ചിട്ടുണ്ടാവും. കാരണം മലയാളികൾ കുറേ ഇവിടെ വന്നോണ്ട് ആണല്ലേ. എൻ്റെ പെന്നോ അതിന് മാത്രമുണ്ട് ഇതിൻ്റെ അകത്ത്. അഡിഡാസിൻ്റെ ഒക്കെ ചാത്തൻ എല്ലാം ഫേക്കാണ് കേട്ടോ. എല്ലാം
ശരിക്കും ഉള്ളതല്ല, ശരിക്കും അല്ലാത്തതാണ്. ഇത് ഡ്രസ്സ് മാത്രമുള്ളൊരു ലൈനാണ്. ഈ ലൈനിലേക്ക് നമ്മളിങ്ങനെ നടന്നു പോകാൻ നേരത്ത് ഡ്രസ്സിൻ്റെ ഒരു സെക്ഷൻ ഫുള്ളായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇവിടെ മുതലാണ് സ്റ്റാർട്ടിങ്. 350 രൂപയുടെ ഷർട്ടാണ് ഇരിക്കുന്നത്. 350 റേഞ്ചിൻ്റെ 300 സിംഗിൾ കോട്ടായിട്ടുള്ള തിക്നെസ് കുറഞ്ഞ കമ്പിളി എല്ലാം ബ്ലാങ്കറ്റിന് 350 രൂപയുള്ളൂ. വേണ്ട കുറേ പ്രൊഡക്റ്റുകളുണ്ട്. അഡിഡാസ്, നൈക്കി, അതിൻ്റെ എല്ലാം ഫസ്റ്റ് കോപ്പി. ഇവിടെ കുറേ ഐറ്റംസ് ഇവിടെ ഉണ്ട്. ഇവിടെ ഐറ്റംസ് ഉണ്ട് കംപ്ലീറ്റ്. വലിയൊരു ലൈനാണ്. ജീൻസ്, ലേഡീസ് ബാഗ് 200, 100 ആ റേഞ്ചിലാണ്. ഇതൊക്കെ 100, ചെറുതൊക്കെ 100, വലുത് 200. എനിക്ക് വില നോക്കാതെ തന്നെ, വില ചോദിക്കാതെ തന്നെ എനിക്ക് റേറ്റ് അറിയാം മിക്ക മാർക്കറ്റിൽ. ഒരുപാട് വന്ന് പരിചയമുള്ളതുകൊണ്ട്. 50 രൂപയാണ് സോക്സിൻ്റെ വില. ആ സെറ്റിൽ 5 എണ്ണം ഉണ്ടാവും. 150 രൂപ, 150 രൂപയുടെ ഓവർ ബ്ലാങ്കറ്റുകൾ. ലൈനൊരു 50 മീറ്ററോളം നമുക്കിങ്ങനെ നടന്നു വരാം. കരോൾ ബാഗിൻ്റെ അകത്ത് തന്നെ ഡ്രസ്സ് കാര്യങ്ങളെല്ലാം അവിടെ കിട്ടും. ഇതേപോലത്തെ മാർക്കറ്റുകളാണ് നമ്മൾ നാട്ടിൽ സെറ്റ് ചെയ്യേണ്ടത്. കണ്ടില്ല? ഓക്കെ, ഇവിടെ എൻ്റെ ആണ്. അപ്പോൾ തൽക്കാലം ഇന്നത്തെ വീഡിയോ അവിടെ അവസാനിക്കുകയാണ്. മറ്റ് ബിസിനസ് വിശേഷങ്ങളും മാർക്കറ്റ് വിശേഷങ്ങളും ഒക്കെ ആയിട്ട് വീണ്ടും വരാം. എൻ്റെ ബാക്കിൽ ആരോ വന്ന് നിൽക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. ജോയിൻ ചെയ്യാത്തവർ ജോയിൻ ചെയ്യുക. പ്രൊഡക്റ്റുകളും കാര്യങ്ങളും എല്ലാം വാട്സപ്പ് ഗ്രൂപ്പ് വഴിയായിരിക്കും ഞാൻ സെല് ചെയ്യണം. താങ്ക് യു ഫോർ വാച്ചിങ്.